ഞാനൊരു പുതിയ പുസ്തകം വായിക്കുകയായിരുന്നു. സിനി സണ്ണി എഴുതിയ ആമി എന്ന ഞാൻ. എനിക്ക് പുസ്തകം ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കിഷ്ടപ്പെട്ട ജോണറാണ്, അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട ടോപ്പിക് കൂടിയാണ് ഇതിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പുസ്തകം 18 വയസ്സ് മാത്രം പ്രായമുള്ള ആമി എന്ന പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ അവൾക്കുണ്ടായ അനുഭവങ്ങൾ, അതിൽ നിന്ന് നടത്തിയ അവളുടെ അതിജീവനവും പിന്നീട് അവളെ വിജയങ്ങളിലേക്ക് എത്തിച്ച അവളുടെ ആത്മവിശ്വാസത്തിൻ്റെയും കഥയാണ് ഈ പുസ്തകം പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കഥയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു 3 അധ്യായങ്ങളായിട്ടാണ് എന്നുള്ളതാണ്. അപ്പം ഇതൊരു മെൻ്റൽ സർവൈവറായ ആമിയുടെ കഥ കൂടെയാണ്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ എത്രത്തോളം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൈക്കോളജി റിലേറ്റഡ് പുസ്തകം അങ്ങനെയൊന്നുമല്ല, പക്ഷേ കുറേ കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇമോഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബോധ മനസ്സും ഉപബോധ മനസ്സിനൊക്കെ കുറച്ചുകൂടി നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം കുറേ കൂടി നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ എനിക്ക് തോന്നുന്നു ഒന്ന് മനസ്സിലാക്കാൻ, ഒന്ന് ചെറുതായിട്ടൊരു പടി കൂടി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് മുമ്പിലുള്ള മെൻ്റൽ സർവൈവേഴ്സിനെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ഈ പുസ്തകം സഹായിക്കും എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും ഈ കുതിരവട്ടം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരാറുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് അവിടങ്ങളിലുള്ള മനുഷ്യരനുഭവിക്കുന്ന അവരുടെ വേദനകളെ ഒരു ചെറിയ ശതമാനമെങ്കിലും മനസ്സിലാക്കാൻ നമ്മളെ ചിലപ്പോൾ ഈ പുസ്തകം നമ്മളെ സഹായിച്ചെന്ന് വരും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ തന്നെ ആയാൽ പോലും നമ്മളും ഒരുപാട് വേദനകളിലൂടെയൊക്കെ കടന്നു വന്ന മനുഷ്യരായിരിക്കും. അപ്പോൾ ഈ പുസ്തകത്തിലൊരു വരിയുണ്ട്, ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ജീവിതത്തെ റീറൈറ്റ് ചെയ്യാനുള്ള, നമ്മളെ ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റിനെ റീറൈറ്റ് ചെയ്യാനുള്ള അവസരമാണ് എന്നുള്ളതൊക്കെ. അപ്പം കുറേ കൂടി നന്നായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടിയെങ്കിലും നന്നായിട്ട് നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ചിലപ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മളെ അത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.